ഹലോ, വെൽക്കം ബാക്ക്. അച്ചായൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ദീപാവലിയൊക്കെ ആയതുകൊണ്ട് നമുക്കിന്നൊരു മധുര പലഹാരം ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ കടായി എടുത്ത് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് സ്റ്റൗ കത്തിക്കുക. അതിനകത്തോടെ നമുക്ക് ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സ്വീറ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് അറിയിക്കൂ. പിന്നെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് ചൂടായുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 250 ഗ്രാം കടലമാവ് ഇട്ട് കൊടുക്കാം. ഏകദേശം അത് ചൂടായി. ഒരു 1/4 കിലോ 250 ഗ്രാം കടലമാവ് ഇട്ട് കൊടുത്തു. ഇത് നമുക്കത് നല്ലതായിട്ട് ആ നെയ്ക്കകത്തിട്ടൊന്ന് വറക്കാം. നല്ല രീതിയിൽ വറക്കണം. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ. അപ്പോൾ നല്ലതായിട്ടൊന്ന് വറുത്ത് വരട്ടെ. ഏകദേശം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു 200 ഗ്രാം പഞ്ചസാര പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം അത് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം ഒരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു 250 ഗ്രാം പാല് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മിൽക്ക് ഒഴിച്ചു. ഇനി ഇവനെ നമ്മൾ ഇളക്കി നല്ല രീതിയിൽ നല്ല കൊഴുത്തു വരും. നമ്മുടെ അത് കുറുകി വന്നിട്ടുണ്ട്. അത് ഏകദേശം തീരാറായ അതിൻ്റെ അകത്തോട്ട് തന്നെ ഞാനിവിടെ ബദാം പൊടിച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത്. നമുക്കത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് എന്ത് വേണം യൂസ് ചെയ്യാം. ബദാം, കാഷ്യൂനട്ട്, എന്ത് വേണം. എൻ്റെ ബദാം ഉള്ളതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഇട്ടു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഒരു അലുവയുടെ അതേ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മൂത്തു. നല്ല മണമാണ് വരുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അധികം ചേരുവകളില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു നല്ല മധുര പലഹാരം. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അതൊന്ന് എടുത്തു വെക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തു. അതിനകത്തോട്ടൊരു ശകലം നെയ്യ് ഒന്ന് പരട്ടുക. അങ്ങനെ നെയ്യ് പരട്ടിയിട്ട് നമ്മുടെ ഇതേ സാധനം അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റാകും. ആ സമയം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സെറ്റാകട്ടെ. അവിടെ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അത് നല്ല തണുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് ടെസ്റ്റ് ചെയ്യാനും വേണ്ടി നമ്മുടെ അനുവ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ഒന്ന് മുറിച്ചിട്ട് അനുവ് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെ ഉണ്ടെന്ന്. ഇതിന്റെ പേരെന്താ? അതൊരു എന്താ പറയാ, കഴിച്ചു നോക്കാം എങ്ങനെ നോക്കാം. സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ദീപാവലിക്ക് അത് കൊടുക്കാൻ പറ്റിയ സ്വീറ്റ് അടുത്ത വീഡിയോയിൽ എടുത്തുള്ളൊക്കെ. അപ്പൊ അനു പറഞ്ഞിരിക്കും നല്ലതാണെന്ന്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹത്തിന്റെ ദീപം തെളിയട്ടെ. അപ്പൊ ഇനിയും കാണുന്നിടം വരെ നമുക്ക് ഗുഡ് ബൈ.